ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാല് കൊടുക്കുന്ന അമ്മമാർക്ക് വേണ്ട ബ്രസ്റ്റ് ഫീഡിംഗ് ഓപ്പൺ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ലൈനിങ് ഉള്ള ടോപ്പാണ് നമുക്ക് വെട്ടേണ്ടത്. ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും അളവുകൾ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മളത് രണ്ടായിട്ട് തന്നെ ഇട്ട് വെട്ടിയിട്ടാണ് ലൈനിങ് തുണിയിലേക്ക് വെച്ച് വെട്ടുന്നത്. അതിനായിട്ട് തുണിയെ വീതിയുടെ ഭാഗത്തേക്ക് ഒന്നിങ്ങനെ മടക്കിയിടുക. ബാക്ക് പീസ് നിങ്ങൾ സാധാരണ വെട്ടുന്നത് പോലെ തന്നെ വേണ്ട അളവുകൾ അടയാളപ്പെടുത്തി 1-1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് കട്ടിംഗ് ലൈനിലൂടെ വെട്ടിയെടുക്കുക. ഇനി ഫ്രണ്ട് പീസിന് അളവുകൾ അടയാളപ്പെടുത്തുമ്പോൾ ടോപ്പിൻ്റെ ലെങ്തും ചെസ്റ്റും വേസ്റ്റും ഒഴിച്ച് ബാക്കി എല്ലാ അളവും ബാക്ക് പീസ് പോലെ തന്നെ സെയിം ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ടോട്ടൽ ലെങ്ത്, അതായത് ടോപ്പിൻ്റെ ലെങ്ത് ചെസ്റ്റും വേസ്റ്റും ബാക്കി പീസിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയിടണം. ടോപ്പിൻ്റെ ലെങ്ത് 46ഉം ചെസ്റ്റ് 11ഉം വേസ്റ്റ് 10ഉമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വേണ്ട തയ്യൽ തുമ്പിട്ട് കട്ടിംഗ് ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക. ശേഷം വേസ്റ്റിൽ വെച്ച് യോക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന യോക്ക് പീസിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് മിഡ് പോയിന്റ് കാണുക. എന്നിട്ട് ഈ മിഡ് പോയിന്റിലേക്ക് കൈക്കുഴിയിൽ നിന്നും ഒരു കേർവ് വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുന്നത് പോലെ ഭയങ്കരമായിട്ട് ഷേപ്പൊന്നും വേണ്ട, സിബ് പിടിപ്പിക്കാനുള്ളതുകൊണ്ടൊന്ന് ലൈറ്റായിട്ട് കേർവ് വരച്ചു കൊടുത്താൽ മതി. കേർവ് അടയാളപ്പെടുത്തുമ്പോൾ സ്റ്റിച്ചിങ് ലൈൻ അടയാളപ്പെടുത്തിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം നമ്മൾ കേർവ് അടയാളപ്പെടുത്താനായിട്ട്. അത് തയ്ക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ലൈനിങ് തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ല തുണിയിലേക്ക് ഇട്ട് വെട്ടിയെടുക്കണം. ലൈനിങ് തുണി ഇട്ട് വെട്ടുമ്പോൾ തെന്നി പോകാതിരിക്കാനായിട്ട് ഇതുപോലെ പിൻ ചെയ്തിട്ട് കൊടുത്തുകൊണ്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി സിബ് പിടിപ്പിച്ചെടുക്കാം. അതിനായിട്ട് യോക്ക് പീസിൻ്റെ നല്ല വശവും ലൈനിങ് തുണിയുടെ സ്റ്റിച്ചിങ് ലൈൻ അടയാളപ്പെടുത്തിയ വശവും തമ്മിൽ ചേർത്തിട്ടുകൊണ്ട് കേർവ് വരച്ചു കൊടുത്തതിൻ്റെ 2 സൈഡിലൂടെയും ഒരു പ്രസർ വീതിക്ക് അടിച്ചു കൊടുക്കുക. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കേർവ് വരച്ചു കൊടുത്ത ലൈനിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കുക. ശേഷം അത് മറിച്ചിട്ടിട്ട് ലൈനിങ് തുണിയുടെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. ഇത് ഫിനിഷിങ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ പതിച്ചടിക്കുന്നത്. 4 സൈഡും ഒപ്പം വെച്ച് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ സിബ് വെച്ച് കൊടുക്കുക. ഇൻവിസിബിൾ സിബ് ആണെങ്കിൽ തുണിയുടെ കറക്റ്റ് കളർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ സാധാ സിബ് എടുത്തിരിക്കുന്നത്.
ബാലൻസ് വരുന്ന സിബ് വെട്ടിക്കളഞ്ഞിട്ട് അടിവശം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗം ലൈനിങ്ങും നല്ല തുണിയുമായി ചേർത്തടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് യോക്ക് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ടത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫീഡിങ് ഓപ്പൺ തയ്ക്കുന്നത്.